Radio Lime News Update. Brought to you by Joy Alucas, world's favorite jeweler. London നഗരത്തിലെ ഏറ്റവും വലിയ ജ്വല്ലറി ഷോറൂം 1 and 2 Carlton Terrace, Green Street, London. നമസ്കാരം, ലൈം ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. വാർത്തകളുമായി ഞാൻ നിബിൻ. ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് പലിശ നിരക്ക് കുറച്ചു. ഈ വർഷം പണപ്പെരുപ്പം കുത്തനെ താഴ്ന്നതോടെയാണ് ആദ്യമായി പലിശ നിരക്ക് കുറച്ചത്. ഔദ്യോഗിക കണക്കുകൾ പ്രകാരം പണപ്പെരുപ്പം തുടർച്ചയായ രണ്ടാം മാസവും 2% നിലനിൽക്കുകയും 2022 ഒക്ടോബറിൽ 11.1% കുതിച്ച ശേഷവുമാണ് ഇങ്ങനെയൊരു തിരിച്ചിറക്കം. സമ്പദ് വ്യവസ്ഥയിലെ സർവീസ് മേഖലയിൽ വിലക്കയറ്റം വർദ്ധിക്കുന്നതിന്റെ വേഗതയും ബ്രിട്ടന്റെ തൊഴിൽ വിപണി തണുക്കുന്നുണ്ടോ എന്നതുമാണ് ബാങ്ക് പ്രധാനമായും പരിഗണിച്ചത്. 4 പതിറ്റാണ്ടിനിടയിലെ ഏറ്റവും മോശമായ പണപ്പെരുപ്പത്തിന്റെ ആഘാതത്തെ ചെറുക്കുന്നതിനായി വായ്പാ ചെലവ് കൂട്ടിയ ശേഷം കുടുംബ ബജറ്റിന്റെ സമ്മർദ്ദം ലഘൂകരിക്കുന്നതിനായി ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് കോവിഡ് പാൻഡമിക് ആരംഭിച്ചതിനു ശേഷം ആദ്യമായി പലിശ നിരക്ക് കുറച്ചിരിക്കുകയാണ്. 2008 സാമ്പത്തിക പ്രതിസന്ധിക്ക് ശേഷവുമുള്ള ഏറ്റവും ഉയർന്ന തലത്തിൽ വായ്പയെടുക്കൽ ചെലവ് ഒരു വർഷത്തേക്ക് നിലനിർത്തിയതിനു ശേഷം ബാങ്കിന്റെ മോണിറ്ററി പോളിസി കമ്മിറ്റി കുറഞ്ഞ ഭൂരിപക്ഷത്തിന് വോട്ട് ചെയ്ത അടിസ്ഥാന നിരക്ക് 0.5% പോയിന്റ് കുറച്ച് ഇപ്പോൾ 5% 2021 ഡിസംബറിൽ 0.1% ബേസ് റേറ്റ് 5.25% 4 വർഷത്തിനു ശേഷമാണ് ഇപ്പോൾ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് പലിശ നിരക്ക് കുറച്ചിരിക്കുന്നത്. ഭാര്യയെ കൊന്ന് തോമസ് നദിയിൽ എറിഞ്ഞ സംഭവത്തിൽ ഭർത്താവിന് 22 വർഷം തടവ് ശിക്ഷ. സംശയത്തിന്റെ പേരിൽ കുട്ടികളുടെ മുന്നിൽ വെച്ച് ഭാര്യയെ കൊലപ്പെടുത്തിയ പ്രതിക്ക് 22 വർഷം ജയിൽ ശിക്ഷ. 46-കാരനായ അമിനാൻ റഹ്മാനാണ് 24-കാരി ഭാര്യ സുമാ ബീഗത്തെ കൊലപ്പെടുത്തിയത്. ഭാര്യയുടെ സ്കാർഫ് ഉപയോഗിച്ച് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം സൂട്ട്കേസിലാക്കി തോമസ് നദിയിൽ വലിച്ചെറിയുകയാണ് ചെയ്തത്. കാമുകനായ 24-കാരൻ ഷാഹിൻ മിയയെ വീഡിയോ കോൾ ചെയ്ത് കൃത്യങ്ങൾക്ക് സാക്ഷിയാക്കുകയും ചെയ്തു. ഋഷി സുനക് പിന്മാറുന്ന ടോറി നേതൃസ്ഥാനത്തേക്ക് എത്തുവാൻ 6 പേർ മത്സരരംഗത്ത്. ബ്രിട്ടനിൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ പരാജയത്തിലേക്ക് കൺസർവേറ്റീവ് പാർട്ടിയെ നയിച്ച ഋഷി സുനക്കിന് പിൻഗാമിയാകുവാൻ ഇന്ത്യൻ വംശജയായ പ്രീതി പട്ടേലും മത്സരരംഗത്തുണ്ട്. 3 മാസത്തെ തെരഞ്ഞെടുപ്പ് നടപടികൾക്ക് ശേഷം നവംബർ 1 പുതിയ നേതാവിനെ പ്രഖ്യാപിക്കും. അതുവരെ ആക്ടിംഗ് ലീഡർ സ്ഥാനത്ത് ഋഷി സുനക് തുടരും. പ്രീതി പട്ടേലിന് പുറമെ മുൻ മന്ത്രിമാരായ ടോം ഡുഗിൻടോക്ക്, മെൽസ്ട്രൈറ്റ്, ജെയിംസ് ക്ലവർലി, കെമി ബാറ്റ്നോക്ക്, റോബർട്ട് ജെനോറിക് എന്നിവരാണ് മത്സരരംഗത്തുള്ളത്. കേവലം 121 എംപിമാരിലേക്ക് പാർലമെന്റിലെ സാന്നിധ്യം ചുരുങ്ങിപ്പോയ ടോറികൾ പ്രതിപക്ഷമെന്ന നിലയിലും മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ വിഷമിക്കും. ഈ സാഹചര്യത്തിൽ നേതൃത്വത്തിലേക്ക് വരുന്നവർ ആരായാലും കനത്ത വെല്ലുവിളിയാകും മുന്നിലുണ്ടാവുക. മുൻ പ്രധാനമന്ത്രി ഡേവിഡ് കാമറൺ വീണ്ടും നേതൃത്വം ഏറ്റെടുക്കുവാൻ തയ്യാറായി മുന്നോട്ട് വരുമോ എന്നാണ് എല്ലാവരും പ്രതീക്ഷയോടെ ഉറ്റുനോക്കിയിരുന്നത്. എന്നാൽ അദ്ദേഹം മത്സരിക്കുവാൻ താല്പര്യം കാണിച്ചിരുന്നില്ല. ഗർഭസ്ഥ ശിശുവിന് ഹൃദയമിടിപ്പ് ആരംഭിച്ചു കഴിഞ്ഞാൽ ഭ്രൂണഹത്യ പാടില്ലെന്ന് അയോവ സുപ്രീം കോടതി. അയോവയിൽ ഗർഭചിത്ര നിയമം കൂടുതൽ കർശനമാക്കിയിരിക്കുകയാണ്. ഭ്രൂണഹത്യ അയോവ ഭരണഘടനയുടെ മൗലികാവകാശമല്ലെന്ന് അയോവ സുപ്രീം കോടതി വിധിച്ചതോടെയാണ് നിയമം പ്രാബല്യത്തിൽ വരുന്നത്. ഈ നിയമം അനുസരിച്ച് ഗർഭസ്ഥ ശിശുവിന് ഹൃദയമിടിപ്പ് ആരംഭിച്ചു കഴിഞ്ഞാൽ, അതായത് ഗർഭധാരണം നടന്ന് 6 ആഴ്ചയ്ക്കുള്ളിൽ ഗർഭഛിദ്രം നടത്തുന്നത് നിയമവിരുദ്ധമായിരിക്കും. പീഡനത്തെ തുടർന്നുള്ള ഗർഭധാരണം ഗർഭസ്ഥ ശിശുവിന് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളുള്ള അവസ്ഥ അല്ലെങ്കിൽ അമ്മയുടെ ജീവന് അപകടമുണ്ടാക്കുന്ന സാഹചര്യങ്ങളിൽ മാത്രമേ ഈ നിയമങ്ങൾ നിലവിൽ അനുവദിക്കൂ. കഴിഞ്ഞ വർഷം റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ നേതൃത്വത്തിൽ പാസാക്കിയ ഈ നിയമം സംസ്ഥാനത്തെ പരമോന്നത കോടതി കഴിഞ്ഞ മാസം ശരിവെച്ചതോടെയാണത് നിലവിൽ വന്നത്. ഇനി നാട്ടിലെ വാർത്തകൾ. 2023 ISRO ദേശീയതലത്തിൽ തയ്യാറാക്കിയ മണ്ണിടിച്ചിൽ സാധ്യതാ പ്രദേശങ്ങളുടെ പട്ടികയിൽ ഉരുൾപൊട്ടലിൽ 100 കണക്കിന് ആളുകളുടെ ജീവൻ പൊലിഞ്ഞ വയനാട് 13ാം സ്ഥാനത്ത്. ആകെ ജനസംഖ്യ, വീടുകളുടെ എണ്ണം നോക്കി സുപ്രധാന സാമ്പത്തിക സാമൂഹിക ഘടകങ്ങൾ പരിഗണിച്ചാണ് പട്ടിക തയ്യാറാക്കിയിരുന്നത്. ഉത്തരാഞ്ചലിലെ രുദ്രപ്രയാഗ് ഒന്നാമതായി. 17 സംസ്ഥാനങ്ങളിലെ 147 ജില്ലകളുടെ പട്ടികയാണ് ISROയുടെ നാഷണൽ റിമോട്ട് സെൻസറിംഗ് സെന്റർ തയ്യാറാക്കിയ ഇന്ത്യയുടെ മണ്ണിടിച്ചിൽ അറ്റ്ലസിലുള്ളത്. തൃശൂർ 3ാം സ്ഥാനത്തും പാലക്കാട്, മലപ്പുറം, കോഴിക്കോട് ജില്ലകൾ യഥാക്രമം 5, 7, 10 സ്ഥാനങ്ങളിലുമുണ്ട്. ഇടുക്കി 18ാം സ്ഥാനത്താണ്. പശ്ചിമഘട്ട മലനിരകളാണ് മണ്ണിടിച്ചിലേറെ സാധ്യതയുള്ള പ്രദേശങ്ങളായി റിപ്പോർട്ടിൽ പറയുന്നത്. ഹിമാലയൻ പ്രദേശങ്ങളെ താരതമ്യം ചെയ്യുമ്പോൾ മണ്ണിടിച്ചിൽ കുറവാണെങ്കിലും കേരളത്തിൽ ജനസാന്ദ്രത കൂടിയിരിക്കുന്നത് പശ്ചിമ മലനിരകളിലെ ദുരന്തം ജനങ്ങളെ കൂടുതൽ ബാധിക്കുമെന്ന് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ ചോർച്ച. ബക്കറ്റിൽ വെള്ളം പിടിക്കുന്ന വീഡിയോ ഇപ്പോൾ വൈറലാവുകയാണ്. ശതകോടികൾ മുടക്കി പണിത പുതിയ പാർലമെന്റ് മന്ദിരം ചോർന്നൊലിക്കുന്നതായി സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ്. ഡൽഹിയിൽ അതിശക്തമായ മഴയാണ്. ഈ മഴയത്താണ് 1 വർഷം മുൻപ് നിർമ്മിച്ച പാർലമെന്റ് മന്ദിരം ചോർന്നൊലിക്കുന്നത്. ചോർച്ചയുടെ വീഡിയോ സഹിതം അഖിലേഷ് എക്സിൽ കുറിപ്പിട്ടു. പാർലമെന്റിന്റെ ലോബിയിലുള്ള ചോർച്ചയാണ് വീഡിയോയിൽ കാണുന്നത്. ഈ മൺസൂൺ കാല സമ്മേളനത്തിന്റെ ബാക്കി പഴയ പാർലമെന്റ് മന്ദിരത്തിലേക്ക് മാറ്റണമെന്ന നിർദ്ദേശവും അഖിലേഷ് ഉയർത്തിയിട്ടുണ്ട്. പഴയ പാർലമെന്റ് മന്ദിരം ഇതിലും മികച്ചതായിരുന്നു. പഴയ എംപിമാർക്ക് വന്ന് കാണുവാനും സംസാരിക്കുവാനും പറ്റും. എന്തുകൊണ്ട് നമുക്ക് പഴയ പാർലമെന്റിലേക്ക് തിരിച്ചു പോയിക്കൂടാ? ശതകോടികൾ ചെലവഴിച്ച് നിർമ്മിച്ച ഈ മന്ദിരത്തിലെ വെള്ളം ഇറ്റു വീഴുന്ന പദ്ധതി കഴിയുന്നതുവരെ നമുക്ക് അവിടെ സമ്മേളനം നടത്താം. BJP സർക്കാർ
ഭരിക്കുമ്പോഴുണ്ടാകുന്ന ഏത് കെട്ടിടത്തിന്റെയും മേൽക്കൂര ചോരുന്നത് അവയുടെ മികച്ച ഡിസൈൻ കൊണ്ടാണോ എന്നാണ് പൊതുജനം ചോദിക്കുന്നതെന്ന് അദ്ദേഹം കുറിപ്പിലെഴുതി. പട്ടികജാതിയിൽ കൂടുതൽ പിന്നോക്കമുള്ളവർക്ക് പ്രത്യേക കോട്ട, സുപ്രധാന വിധിയുമായി സുപ്രീം കോടതി. പട്ടികജാതിയിൽ കൂടുതൽ പിന്നോക്കമുള്ളവർക്ക് പ്രത്യേക കോട്ട അനുവദനീയമാണെന്ന സുപ്രീം കോടതിയുടെ 7-അംഗ ഭരണഘടനയുടെ ബെഞ്ച് ഭൂരിപക്ഷ വിധിയിലൂടെ വ്യക്തമാക്കി. ഇത്തരത്തിൽ ഉപതരംതിരിവ് അനുവദിക്കുമ്പോൾ ഒരു വിഭാഗത്തിന് മാത്രമായി മുഴുവൻ സംവരണവും അനുവദിക്കുവാൻ കഴിയില്ലെന്ന് കോടതി വിശദീകരിച്ചു. ഉപവിഭാഗങ്ങളുടെ പ്രാതിനിധ്യക്കുറവ് ശാസ്ത്രീയവും കൃത്യവുമായ ഡേറ്റയുടെ അടിസ്ഥാനത്തിൽ സർക്കാരിന് നീതീകരിക്കുവാൻ കഴിയുമെന്നും ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ച് വ്യക്തമാക്കി. ഉപവർഗീകരണം സാധ്യമല്ലെന്ന 2004 സുപ്രീം കോടതി വിധി റദ്ദാക്കിയാണ് ഭൂരിപക്ഷ ബെഞ്ച് വിധി പറഞ്ഞത്. ജസ്റ്റിസ് ബേല M. ത്രിവേദി ഭൂരിപക്ഷ അഭിപ്രായത്തോട് വിയോജിച്ച് ഭിന്നവിധി എഴുതി. ഇതുൾപ്പെടെ 6 വിധിന്യായങ്ങളാണ് 7-അംഗ ബെഞ്ച് പുറപ്പെടുവിച്ചത്. ഇനി കായിക വാർത്തകൾ. ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് 3-ാം മെഡൽ നേടിക്കൊടുത്ത് സ്വപ്നിൽ കുസാലയുടെ കുതിപ്പ്. 50 മീറ്റർ റൈഫിൽ 3 പൊസിഷനിൽ സ്വപ്നിൽ കുസാലയാണ് ഇന്ത്യക്കായി വെങ്കല മെഡൽ വെടിവെച്ചിട്ടത്. പാരീസിൽ ഇന്ത്യയുടെ ഇതുവരെയുള്ള മെഡലുകളെല്ലാം ഷൂട്ടിംഗിൽ നിന്നാണ്. മഹാരാഷ്ട്രയിലെ പൂനെ സ്വദേശിയായ സ്വപ്നിൽ സുരേഷ് കുസാലെ 2022 ഈജിപ്തിലെ കൊയ്റോയിൽ നടന്ന ലോക ചാമ്പ്യൻഷിപ്പിലാണ് ഒളിമ്പിക്സ് യോഗ്യത ഉറപ്പാക്കിയത്. 2022 ഏഷ്യൻ ഗെയിംസിൽ ടീമിനത്തിൽ താരം സ്വർണം നേടിയിരുന്നു. കഴിഞ്ഞ വർഷം ബാക്കുവിൽ നടന്ന ലോകകപ്പിൽ മിക്സഡ് ടീം ഇനത്തിൽ സ്വർണവും വ്യക്തിഗത ടീം ഇനത്തിൽ വെള്ളി മെഡലും വിജയിച്ചിട്ടുണ്ട്. ആദ്യ 10 ഷോട്ടുകൾ പൂർത്തിയാക്കിയപ്പോൾ ഇന്ത്യൻ താരം 6-മതായിരുന്നു. 101.7 പോയിന്റാണ് സ്വപ്നിൽ കുസേലിനുണ്ടായിരുന്നത്. ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് 107.11 രൂപ. ഇതോടുകൂടി വാർത്തകൾ കഴിഞ്ഞു. കൂടുതൽ വാർത്തകൾ അടുത്ത ബുള്ളറ്റിൻ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും. Radio Lime.